സോ ഗൈസ് എല്ലാവർക്കും തുടുവായിട്ട് ഇവിടെ പുതിയൊരുമായിട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസാണിന്ന് കളിക്കാൻ പോകുന്നത്. അതെ, ഹാർഡ് കോർ സീരീസ് തന്നെ. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡാണ്. ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഫസ്റ്റത്തെ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചാൽ പറ്റുകയാണെങ്കിൽ അതും കണ്ടുപിടിച്ചാൽ, പിന്നെ അത്യാവശ്യമുള്ള ടൂൾസൊക്കെ സെറ്റാക്കുക. ഇതൊക്കെ തന്നെ ഫസ്റ്റ് ഡേ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ എടുക്കുക തന്നെ. പിന്നെ 3 ഷീപ്പിനും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മരം കട്ട് ചെയ്താണ് തുടങ്ങുക. അപ്പോൾ ഒരു മരം ഫുള്ള് മുറിച്ചുള്ള പണി. ഒരു ആക്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ട് അറിയോ. ആക്സ് ഉണ്ടാക്കാൻ തന്നെ ഈ മരം മുറിച്ചിട്ടുണ്ട് ആദ്യം. അപ്പോൾ നമുക്ക് ആദ്യം മരം മുറിച്ചാണ് തുടങ്ങാം. ഒരു കട്ടിങ് കൂടെ ഉണ്ട്, അതൊന്നും എടുത്താട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വുഡ് കൊണ്ട് എന്ത് ചെയ്യാനാണ് ഗൈസ്. നമുക്കിത് ഫസ്റ്റ് തന്നെ അയണിനെ കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇനി ചെയ്യാൻ പോകേണ്ടത് എന്താ വെച്ചാൽ, ഈ അയൺ എടുക്കുകയാണെങ്കിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ 2 എടുത്ത് ഗൈസ്. അത് ചെറുതായിട്ട് പയച്ചതാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു പിക്കാക്സ്, വുഡിൻ്റെ പിക്കാക്സ് അങ്ങോട്ട് ഉണ്ടാക്കിയാണ്ട് ഒരു ഇവിടെ നമ്മൾ ഈ ഭാഗത്തുണ്ട് ഒരു 3 കോബിൾ സ്റ്റോൺ അങ്ങോട്ട് എടുത്താട്ടെ. 1 2 3 ഈ 3 കോബിൾ സ്റ്റോൺ എടുത്താണ്ട് ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചാണ്ട് ഫസ്റ്റ് തന്നെ നമ്മളിതാ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ സ്റ്റോൺ പിക്കാക്സ് എടുത്താണ്ട് നമ്മൾ അയണാണ് ഫസ്റ്റ് മൈൻ ചെയ്താണ്. അപ്പോൾ ഇനി ഈ അയൺ വെച്ചകാണ്ട് അതിന് ഫർണസ് ഉണ്ടാക്കണം. അതിന് നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാൻ ഇവിടെ തന്നെ. ഇപ്പോൾ എത്രയായി? 3 5 6 7 8 9 ആയിട്ടുണ്ട്. ഇതും കൂടെ എടുത്തേക്കാം, അവിടെ വെക്കണ്ട. അത് നമുക്ക് 8 മതി ഒരു ഫർണസിന്. ഇവിടെ ഫർണസോടെ ഓക്കെ, ഫർണസ് ഉണ്ട് ഇതാക്കണേ. നമ്മൾ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇല്ല, ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നും കൂടി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അവിടെ അതാകണ്ട ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മളിന്ന് ഇവിടെ വെച്ചാണ്ട് തന്നെ നമുക്കത് സ്മെൽറ്റ് ചെയ്താണ്ട് ഒരു അയണിൻ്റെ, ഇതിപ്പോൾ റോ അയണാണ് കേട്ടോ. നമുക്കത് ഇപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്കിൻ്റെ മൗസിൽ വർക്ക് ആവാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പിന്നെ റോ അയൺ എടുത്തുകൊണ്ട് നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഷീപ്പിനെ ഇവിടെ കണ്ടില്ല. നമുക്ക് ഫസ്റ്റ് ഈ ഷീപ്പിനെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബെഡിനുള്ള ഒരു ഗുണങ്ങൾ സെറ്റാണ്. ഓടിക്കട ഓടുന്നത് അവിടെ നിൽക്കട അടി ഓക്കെ ചത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വുഡ് ഊളിനെ വുഡ് എന്നൊക്കെ പറയണം. ഇതാരാ എൻ്റെ പേരെത്തേനു? ഡ്രോണോ ചത്തിങ്ങനാവട്ടെ. ഡ്രോൺ പറഞ്ഞാൽ മറ്റേ ആകാശത്തോട് വർക്കുണ്ടല്ലേ. നമ്മളിത് അയണ് സ്മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ എടുത്താണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കേണ്ട അയണായിട്ടും ഷീൽഡ് നമ്മൾ ഹാർഡ് കോറാണല്ലോ. പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഉപദ്രവിക്കാൻ പലരും ഉണ്ടാവും. അവരിൽ നിന്ന് ഒഴിഞ്ഞ് മാറാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഷീൽഡ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ട, നമ്മളെ മൊഞ്ച് നോക്കി, മൊഞ്ച് അതന്നെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നിന്ന് കണ്ട. അങ്ങനെ ഇവിടുന്ന് തന്നെ നമുക്കൊരു അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളും ഈ ഫർണസും കൂടി എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇവിടെ അത്രയ്ക്ക് നിൽക്കണ്ട, സേഫല്ല. ഇതത് പൊട്ടിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ കൈക്കൊക്കെ. ഇനി കുറച്ചും കൂടി ഒരു കോബിൾ സ്റ്റോൺ എടുത്തങ്ങൾ ഇവിടെ നിന്ന് പോവാം. കുറച്ച് കോബിൾ സ്റ്റോൺ ആവശ്യം ഉണ്ടാവും ഇനി. ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമുക്കൊരു ആക്സൊക്കെ ഉണ്ടാക്കിയേക്കാം. അതിന് ഈ വുഡ് നമ്മുടെ അടുത്ത് വുഡില്ല കേട്ടോ. നമുക്ക് കുറച്ച് എത്തണത്തിൻ്റെ ഒരു ബ്രിച്ചിൻ്റെ ലോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലോഗ് എടുത്താണ് നമുക്ക് 4 പ്ലാൻ കിട്ടും. ബ്രിച്ചിൻ്റെ 4 പ്ലാൻ കിട്ടും. ഇനി നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കുക. ഇവിടെ ഒരു ആക്സ് നമുക്ക് ഉണ്ടാക്കിയേക്കാം. പിന്നെ നമുക്ക് വുഡിന് വെട്ടാനോ സാധനമുണ്ട്. പിന്നെ നമ്മളെ മൃഗങ്ങളെ കൊല്ലാൻ, അതായത് നമുക്ക് ഇനി ഫുഡൊക്കെ ആവശ്യം ഉണ്ടാവും. ഇനിയിപ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒരു വെട്ടടി പോലെ ചാവേണ്ടതാണ്. അപ്പോൾ പോലെ കയപ്പങ്ങ് നിൽക്കും. കയപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കയപ്പുള്ളവർക്ക് പറ്റിയതാണ്. സോംബിയും മറ്റവനൊക്കെയാണ്. ഫസ്റ്റ് തന്നെ ഈ പൊട്ട നമുക്ക് തീർത്തേക്കാം. പിന്നെ നമുക്ക് ഒരു ആടും കൂടി ഉണ്ട്. ഇത് നമ്മൾ ഗ്രേ വൂളാണ് കേട്ടോ. അപ്പോൾ ഇനി 3 പൂവ് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് വൈറ്റ് പൂവ് വേണ്ട. നമുക്ക് യെല്ലോ പൂവ് എടുക്കാം. ഫ്ലവർ കേട്ടോ. ഫ്ലവറും പൂവും തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു പന്നിയുണ്ട്. ഒരു പന്നിനും കൂടി വന്നാണ്ട് നമ്മൾ ഫുഡ് ആദ്യം തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ഇതുണ്ട്. നമ്മളെ മട്ടനോ അതിനാവും. ഓക്കെ, ഇവിടെ ഒന്നും ഒരു സാധനവും കടലാണ് അപ്പുറത്ത്. ഇവിടെ നമുക്ക് നമ്മൾ കോള് ഇവിടെ ഉണ്ടാകും നോക്കണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഓക്കെ ഇവിടെ കുറച്ച് കോളുണ്ട്. ഇതും കൂടി അങ്ങോട്ട് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇനി സ്ഥലം കാലിയാക്കാം. നമുക്ക് പെട്ടെന്ന് വൂളിൻ്റെ ആവശ്യമുണ്ട്. അതാണ്
നമുക്ക് ആടിന് തപ്പണം. ചിലപ്പോൾ ഈ ചെറിയ കാട്ടിൽ തന്നെ ആടുണ്ടാവും. അതൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി പോട്ടെ. എത്രയായി? ഉച്ച ആവണുള്ളൂ. പേടിച്ചാനില്ല, ഉച്ച ആവണുള്ളൂ. ചോറ് വെച്ചിട്ട് കിടന്നു തുടങ്ങിയാൽ സുഖമായിട്ട് ഉറങ്ങാം. അതല്ലല്ലോ അപ്പോൾ ആവശ്യം. ഇവിടെ നിന്ന് വേഗം പോവാം. ഇവിടത്തെങ്കിലും കാണാനായിട്ടുണ്ടാ? ഇല്ല. നമുക്ക് ഈ മരങ്ങളുടെ ഇടയിലൂടെ മണ്ട. ഇത് ഹാർഡ് കോറാണ്, സർവൈവൽ അല്ല. നോക്കിക്കളി. ഇവിടെ ലീസ് കുറച്ച് നമ്മൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാറ്റിക്കാണ്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴാണ് ഒരു കേവിൻ്റെ മോനെ. ഇതെന്താ ഇത്? റിവീനാണോ? റിവീനല്ല, ചെറിയ റിവീനും കേവ് ഒന്നും. അതങ്ങനെ ഓക്കെ, നമുക്ക് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് നമ്മളെ വോള് സെറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരൊറ്റ ആടുമില്ല. ഈ പണ്ടാറും പിടിച്ച ലീവ്സ്. ഓക്കെ, ഇവിടെ എന്താ? ഇവിടെ കുറച്ച് 2 കോയിനുണ്ട്. ഒരു കോയിനൊന്നും തോന്നുന്നു. എന്താ നോക്കാം. ഇവിടെ ഫുള്ള് കേവുണ്ട്. അത് ഇപ്പം തന്നെ എക്സ്പ്ലോർ ചെയ്യണ്ടേ. കാരണം നമുക്ക് കുറച്ച് അതായത് നമ്മൾ എടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, ഉള്ളിലേക്ക് പോവാതെ കിട്ടണ കുറച്ച് അയണ കിട്ടിയിട്ട് നമ്മൾ ഇപ്പം തന്നെ മൂണിയാണ് നോക്കണേ. പൊന്നെ, ഇവിടെ നിന്നിട്ട് മൂണങ്ങണെങ്കിൽ ഒന്നെങ്കിൽ ചത്തു, അല്ലെങ്കിൽ ഒരു ആർട്ട്. അതൊക്കെ തന്നെ അവിടെ ഓക്കെ 2 പംകിന് കാണുന്നുണ്ട് കേട്ടോ അവിടെ. ആ പംകിനെ നിർത്താം കേട്ടോ. ഇവിടെ നിന്ന് മറ്റേ ചാട്ടം ചാടണം. അല്ല, ഒരു സോംബിടോ അടി അത് തീർച്ചയായി. ഓക്കെ, ഇവിടെ ഒരു പശുവും കൂടി ഉണ്ട്. അതൊക്കെ സെറ്റാക്കാം. 4 പംകിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 4 പംകിനും എടുത്തേക്കാം. ഓക്കെ, ഒരു സോംബിയുണ്ട്. അങ്ങനെ വന്നേക്കാം. നമുക്ക് ഈ ചാടി അടിച്ചാൽ കുറച്ചും കൂടി ഒന്ന് ഡാമേജ് ഇട്ടിട്ടാ. അപ്പോൾ ഇനി ഒരു വട്ടം കൂടി മതിയെന്ന് തോന്നണോ? നമുക്ക് ചാടാൻ പറ്റണില്ല, അതാണ് ഇങ്ങോട്ട് വരാത്തത്. ഓക്കെ, 2 പംകിനെടുത്തു, 3 പംകിനെടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. കാരണം ഇവിടെ സേഫല്ല നിൽക്കണ്ട്. ഇവിടെ അധികം സാധനങ്ങളൊന്നും ഇല്ല. സോംബികളൊന്നാണ് ഇനി നമ്മൾ കൊല്ലണ്ട. ഇപ്പോഴാട്ടെ ഞാൻ ശ്രദ്ധിച്ചത്. നമ്മളെ ഫുഡ് തിന്നണം. അതിന് ഇപ്പം തന്നെ തിന്നാൻ പറ്റില്ല. ഫർണസിൽ ചൂടാക്കിയാണ്ടൊക്കെ തിന്നാൽ മതി. ഇപ്പം തന്നെ തിന്നണ്ട. നമുക്ക് ആകെ 3 ഹാർട്ടുള്ളൂ കേട്ടോ. നമ്മളിത് ഹാർഡ് കോറാണ് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയാൽ കളിച്ചണം. ഞാനിപ്പോൾ ഇങ്ങനെ മണ്ടണ്ട എന്താ വെച്ചാൽ, ഒരു ഷീപ്പിനെ ഇങ്ങനെ കിട്ടിയണമെങ്കിൽ നമുക്കൊന്ന് കിടന്നിറങ്ങി പേടിച്ചാലില്ല. പിന്നെ അതായത് ഒന്ന് കിടന്നിറങ്ങിയാൽ വേറെ രാവിലെ ആവും. പിന്നെയാണ് ഈ സോംബികളൊന്നും പേടിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പരക്കാൻ പോയത്. അല്ലെങ്കിൽ പിന്നെ ഒരു വില്ലേജ് കിട്ടിയാലും മതി. അതാണ് ഇവിടെ ഒറ്റത്തിന് ഒരു വില്ലേജും കാണാനുമില്ല. ഓക്കെ, ഈ പന്നിനൊന്ന് വന്നാട്ടെ. പിന്നെ ഇവിടെ നിന്ന് ഒരു മരങ്ങളങ്ങനെ ഇല്ല കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് പെരണ്ടാക്കാൻ നോക്കാം. കാരണം ഇവിടെ അധികം പ്ലെയിനാണ് സാധനം. അപ്പോൾ ഈ പ്ലെയിൻ സ്ഥലത്ത് നമുക്ക് അവിടെ കുതിര ഉണ്ട് കേട്ടോ. അത് നോക്കണ്ട. അവിടേക്ക് നമ്മൾ കണ്ട് സന്ധ്യ ഇല്ല വൈകുന്നേരം വേണ്ട അവിടേക്കൊന്ന് പോയി നോക്കാം. അത് ജംഗിളല്ലേ? അല്ലേ, ജംഗിളല്ല അത്. ഒന്ന് അടുത്തേക്ക് ഒന്നുകൂടി പോയാൽ കേട്ടോ. ഒന്ന് അടുത്തുകൂടി. അതന്നെ കണ്ട, അവിടെ ബാമ്പു കണ്ട. ബാമ്പു അടാ, ഷീപ്പ് ഓട്. അതിന് വേഗം കൊല്ല്. ഇത് ജംഗിൾ തന്നെയാണ്. അവിടെ മറ്റേ പൂച്ചക്ക. ഓക്കെ, നമ്മളെ ഇത് ഇത്തണേ ബെഡിനുള്ള 3 വൂള് സെറ്റാണ്. അതാ വില്ലേജ്. ഒരു നൈറ്റ് പോലും സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് ഡേ തന്നെ ഒരു വില്ലേജും കണ്ടുപിടിച്ചു. പിന്നെ ഇത് കുറച്ച് ക്ലാരിറ്റി കുറവായ കാലം ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ ആക്സ് അവിടെ എറിഞ്ഞിട്ടാ. പിന്നെ നമ്മളിതാ ഇപ്പം അടിച്ചണ്ട. അപ്പം തന്നെ ഒന്ന് ക്ലിക്ക് വെക്കിന് മോനെ അതൊന്നും വേണ്ടപ്പോൾ തന്നെ. അപ്പം നമുക്ക് നേരെ വില്ലേജൊക്കെ ഒന്ന് മണ്ടി പോയോ. ഓക്കെ മണ്ട് രാത്രി ആവാനായിക്കണം. നമ്മളുണ്ടാക്കിയ ഇനി ബെഡ് യൂസ് ചെയ്യണം. നമ്മൾക്ക് മണ്ടാനും പറ്റുന്നു ചേട്ടാ. ഈ ചടപ്പ്. ആകെ 3 ഫുഡിൻ്റെ അതുള്ളൂ. ഹങ്കർ. ഇതാ ഇവിടെ ഒരു ചെറുക്കുണ്ട്. മോനൊന്ന് ഉണർത്തിക്കാണ്ട്. എന്താ തണ്ടർ സ്റ്റോം ഉറങ്ങാനായിട്ടില്ല. അപ്പോൾ രാത്രി ആയിട്ടില്ലേ? ഇവരെങ്ങനെ എത്ര നേരത്തെ ഉറങ്ങണം? അതങ്ങനെ ഇപ്പം നേരത്തെ ഉറങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉറങ്ങാറ്റുണ്ട്. കാരണം നമ്മൾ എപ്പോഴും വൈകി ഉറങ്ങണോണ്ടേ കാലം. ഓക്കെ, നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. എടാ പണിയെടുക്കാൻ വണ്ടി നല്ല ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളാണോ ഓനൊക്കെ. നമ്മളും പണിയെടുക്കും. നമ്മൾ പണിയെടുക്കണമല്ലോ. പണിയെടുത്താലല്ലേ ഇതിൽ ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ഇനി ഇവിടെയുള്ള ചെസ്റ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതിന് മുമ്പ് ഈ ഞാൻ പെരൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ വാതിലടിച്ചേക്കാം. ഇവിടെ ഒരു ഫർണസ് വെച്ചേക്കാണ്ട് അതിൽ
സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതായത് നമ്മളെ ഇത് പന്നിയിറച്ചി നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ അതിന് മുമ്പ് ഈ ഫ്ലവർ എടുത്താണ്ട് നമുക്ക് ഇതാ ഡൈ ആക്കിയാൽ പിന്നെ നമുക്ക് നമ്മളെ വൂളിന്ന് മഞ്ഞാക്കാനുള്ള ഡൈ ഉണ്ട് നമ്മളടുത്ത് 3 എണ്ണം. പിന്നെ അതാ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ചിട്ട് അതെന്താ ഓക്കെ ഇപ്പം തിന്നുണ്ട് എന്താ അറിയില്ല അയക്കത് ക്ലിക്കാവുന്നു. ഇനി 3 കണ്ണം കൊണ്ട് വേണ്ട, അതായത് 3 ഹങ്കറും കൂടി കൂടിയാലാണ് നമ്മളെ HP ഫുള്ളാവുള്ളൂ. ഹാർട്ടാകെ 3 എണ്ണം കുറഞ്ഞേക്കണേ, അതൊന്ന് ഫുള്ളാക്കണം നമുക്ക്. അതിന് ഈ പന്നിയിറച്ചി ചൂടാക്കി പന്നിയിറച്ചി നമുക്ക് തിന്നാം. ഓക്കെ, തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ 360 കാണുകയാണെങ്കിൽ ചിലപ്പോൾ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല, അത് ക്ഷമിക്കണം. പിന്നെ നമുക്കത് സെറ്റാക്കാം. ഓക്കെ, നമുക്ക് നെക്ക് റെക്കോർഡറിലൊന്ന് റെക്കോർഡ് ഇതാക്കണേ. ഇതിൻ്റെ പേരെത്താണ് സ്മിത്തിങ് ടെമ്പിളോ അങ്ങനത്തോണേ. ഗായ്സ് ഇതവിടെ നമുക്ക് എത്ര 7 ഒബ്സിഡിയനും 1 ലെഗിങ്സും പിന്നെ ഒരു ഹെൽമറ്റും അയൺ പിക്കാക്സും അയൺ സോഡും കിട്ടിയിട്ടുണ്ട് കേട്ടോ. മോനെ ലാഭം ഉണ്ട് കേട്ടോ, പക്ഷെ ഡയമണ്ട് ഇല്ല. അത്രയ്ക്ക് ലാഭം എന്ന് പറയാൻ ഡയമണ്ടൊന്നും ആയിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നമ്മളെ അടിയിലുള്ള ഹോട്ട് ബാറോ അതിൻ്റെ പേര് അതല്ലേ അവിടെ വെച്ചേക്കാം. ഇവിടെ അടുത്ത് തന്നെ ജംഗിളും ഉണ്ട്, പ്ലെയിൻ ബയോമും ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഈ പരിയിലും കൂടി ഉണ്ടാകാൻ നോക്കട്ടെ. ഇതിലും കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഈ ലെങ്ത് അയക്കണം കുറച്ച്. ഈ വീഡിയോ കുറച്ചും കൂടി ലെങ്ത് അയക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. നമ്മളിന്നത് ഒരു വില്ലേജും കണ്ടുപിടിച്ചിട്ടുണ്ട്, പിന്നെ ചെറുതായിട്ടൊരു ആർമറും ടൂളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.